ഹായ് ഡിയേഴ്സ്, ഏവർക്കും സ്വാഗതം. പി എസ് സി പഠിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് സമർപ്പിക്കുന്നത്. ലേൺ വെൽ ആൻഡ് ഏൺ വെൽ. വെയർ ദർ ഈസ് എ വിൽ, ദർ ഈസ് എ വേ. ദ ഡ്രീം ഓഫ് സക്സസ് ദാറ്റ് ഡിപ്പെൻസ് ഓൺ ഹാർഡ് വർക്ക് ഇൻ ഇറ്റ്. സോ നന്നായി വർക്ക് ചെയ്യുക, നന്നായി പരിശ്രമിച്ചുകൊണ്ട് വിജയം മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും വിവരങ്ങളാണ് പറഞ്ഞു തരുന്നത്. ബേസിക് ഇൻഫോർമേഷൻ അബൌട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റിംഗ് മാറ്റേഴ്സ്. ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഹരിലാൽ ജെ കാനിയ. പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ദീപക് മിശ്ര. ദ ഫസ്റ്റ് മലയാളി ടു ബിക്കം ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, 37th. The first Malayali to become Judge of the Supreme Court, Justice P. Govinda Menon. Longest serving Chief Justice of India, Y.V. Chandrachud, 7 years and 5 months ആണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്. ദി ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് 17 ദിവസം മാത്രം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളുണ്ട്, കമൽ നരയിൻ സിംഗ്. ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്, ജസ്റ്റിസ് എം ഫാത്തിമ ബീബി. The first Muslim Chief Justice of India, M. Hidayatullah. The only person to have served in all 3 offices of Chief Justice of India, President of India and Vice President of India. ഈ 3 പൊസിഷനിലും ഒരേപോലെ ശോഭിച്ച ഒരു വ്യക്തി, ദാറ്റ് ഈസ് എം ഹിദായത്തുള്ള. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ അച്ഛനും മകനും ഹരിലാൽ ജെ കാനിയ, എം എച്ച് കനിയ. ഓക്കെ. ദെൻ ഇന്ത്യൻ ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നതെന്ന് 1861. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഇയർ 1861. ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഹൈക്കോർട്ട് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ്, ലോർഡ് കാനിങ്. ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ, ലോർഡ് എൽജിൻ. ദ ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ, കൽക്കട്ട ഹൈക്കോർട്ട്. It was established on 1st July 1862 under the High Court Act 1861. Madras and Bombay High Court are other 2 High Court established in the year 1862. High Court are instituted as constitutional court under Part 6, Article 214 of the Indian Constitution. Then you see the authorization for the withdrawal of fund from the consolidated fund of India must come from the Parliament of India. അതാണ് ആൻസർ. According to Article 214 പ്രകാരം there shall be a high court for each state. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോർട്ട് ഉണ്ടാവണം. പിന്നെയോ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു എസ്റ്റാബ്ലിഷ് എ ഹൈക്കോർട്ട് ഫോർ 2 or more states and 1 or more union territories. Every high court shall consist of chief justice and such other judges as the president may decide. That is in Article 216. The highest court of appeal in the state high court. Okay. Then appointmentuമായി ബന്ധപ്പെട്ട് the chief justice of high court administered oath of the office by governor of the state. Qualification of judges of high court. എന്തൊക്കെയാണ് വേണ്ടത്? എ സിറ്റിസൺ ആയിരിക്കണം ഇന്ത്യയിലെ, മസ്റ്റ് ഹാവ് ഹെൽഡ് അറ്റ്ലീസ്റ്റ് 10 years ഇൻ എ ജുഡീഷ്യൽ ഓഫീസ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ദെൻ ഫോർ അറ്റ്ലീസ്റ്റ് 10 years ഹാസ് ബീൻ ദി അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട്. ദെൻ അഗെയിൻ ഹി ഷുഡ് ബി ബിലോ ദി ഏജ് ഓഫ് 62 years. ഓക്കെ. ദീസ് ആർ സംതിങ് അബൌട്ട് ഹൈക്കോർട്ട് മാറ്റേഴ്സ്. ദെൻ കംസ് another point. Which of the following writ or orders of the High Court or Supreme Court is sought to get an order of an authority quashed? Answer: certiorari. CERTIORARI. Okay. The last formed High Court in India, Tripura, 2013, 26/3/2013. ഇന്ത്യാസ് ഫസ്റ്റ് സൈബർ ഫോറൻസിക് ലാബോറട്ടറി ഇനാഗുറേറ്റ് ചെയ്തത് എവിടെയാണ്? അതായത് ത്രിപുര ഹൈക്കോർട്ടിൽ. വിച്ച് ഹൈക്കോർട്ട് ഹാസ് ദ ലാർജസ്റ്റ് ജൂറിസ്ഡിക്ഷൻ ഇൻ ദ ടേംസ് ഓഫ് സ്റ്റേറ്റ്?
ഗുവാഹട്ടി ഹൈക്കോർട്ട്. ഗുവാഹട്ടി ഹൈക്കോർട്ടാണ് ലാർജസ്റ്റ് ജൂറിസ്ഡിക്ഷൻ 4 ആണ്. അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മിസോറാം. ഇതാണ് അതിനകത്ത് പറയുന്നത്. നമ്പർ ഓഫ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ 24. ഓക്കെ. ദ ഹൈക്കോർട്ട് ഹാവിംഗ് മോസ്റ്റ് നമ്പർ ഓഫ് ജഡ്ജസ്, അലഹബാദ് ഹൈക്കോർട്ട്. ഡൽഹി is the only one union territory having high court of its own. Then again, first woman chief justice of high court, Leela Seth. First woman judge in Supreme Court, Justice M. Fatima Bibi. First woman advocate in India, Cornelia Sorabji. Cornelia Sorabji, that is the name. അടുത്തൊരു ചോദ്യം എന്ന് പറയുമ്പോൾ, the first law commission of pre-independent India was established in 1834 under the chairmanship of Lord Macaulay. The Law Commission of India is a non-statutory body constituted by the Government of India from time to time. The first Law Commission of Independent India was established in 1955. The chairman of first Law Commission was Mr. M.C. Setalwad, S-E-T-A-L, Setalwad, W-A-D, Setalwad. He was also the first Attorney General of India. അടുത്ത ചോദ്യം, ദ ചെയർമാൻ ഓഫ് 20th Law Commission, അതായത് 12 മുതൽ 2015 വരെയുള്ള ജസ്റ്റിസ് എ പി ഷോ. ദ ചെയർമാൻ ഓഫ് 21st Law Commission 2015 മുതൽ 2018 വരെ ജസ്റ്റിസ് ബാൽബീർ സിംഗ് ചൗഹാൻ. ഓക്കെ. ദെൻ the Supreme Court of India tenders advice to the President on the matter of law of act. That is answer only if he seeks such advice. അദ്ദേഹം ആരായുകയാണെങ്കിൽ മാത്രമാണ് അഡ്വൈസ് കൊടുക്കുക. അടുത്ത ചോദ്യം, the members of the Planning Commission have the status equal to that of Central Cabinet Ministers. Okay. The governor of a state can nominate how many members to the Legislative Assembly? How many members? 1. The power of the Supreme Court can be enlarged by Parliament. The authority to alter the boundaries of state in India rests with the Parliament. Okay. അപ്പോൾ ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും വിവരങ്ങൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ടുള്ള ഏതാനും വിവരങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് വന്ന്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ ശ്രദ്ധിക്കുക. ഇൻഫോർമേറ്റീവായിട്ട് പലവിധ സബ്ജക്റ്റിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ളൊരവസരമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതെ ഓരോ വീഡിയോയും കാണുവാനും അറിയുവാനും ശ്രദ്ധിക്കുക. ഓക്കെ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.